നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ആഗോള വിപണി വളരെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ട്രംപ് താരിഫ് ഹൈക്ക് മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ നടത്തിയതുകൊണ്ട് ഇന്നലെ എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു സീവിയർ സെൽ ഓഫാണ് നടന്നത്. എന്നാൽ ഇന്നലെ കഴിഞ്ഞ് കാര്യങ്ങൾ വീണ്ടും മാറി മറഞ്ഞു. ഈ ഒരു താരിഫ് ഹൈക്ക് 1 മന്തിലേക്ക് പോസ് ചെയ്യാനായിട്ട് പുതിയൊരു തീരുമാനമെടുത്തു. അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ബിറ്റ്കോയിനും $4000 ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ ഏകദേശം $3781 ഉയർന്ന് വീണ്ടും 1 ലക്ഷം എന്ന റേഞ്ചിലേക്ക് എത്തി. ബ്രന്റ് ഓയിൽ 75 തൊട്ട് താഴെ, ഗോൾഡ് $2813. ഇന്ത്യ വിക്സ് ഇന്നലെ ഒരു 2% അടുത്ത് സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഡോ ഫ്യൂച്ചർ കാണാം പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഈ ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ US മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം എടുത്ത തീരുമാനമാണ് ഈ ഒരു പോസ്. അതിൻ്റെ ഒരു റിയാക്ഷൻ, പോസിറ്റീവ് റിയാക്ഷൻ കണ്ടിട്ടുണ്ട്. FIs ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റിൽ സെല്ലിംഗ് മോഡിലാണ് ഉള്ളത്. ഇന്നലെയും അവർ വലിയ തോതിൽ സെല്ല് നടത്തി. ഏകദേശം 3958 കോടി രൂപക്ക് അവർ സെല്ല് നടത്തി. കഴിഞ്ഞ മാസം മാത്രം ഏകദേശം ഒരു 87,000 കോടി രൂപക്ക് സെല്ല് നടത്തി. FIസിൻ്റെ സെല്ലിങ് അൺയൂഷ്വലാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഉള്ളത് പവർ ഗ്രിഡാണ്. നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ബോംബെ ഡെയിങ് കമ്പനി ഇവർ റവന്യൂ 12% അപ്സൈഡ് ആയിട്ടുണ്ട്. KC ഇൻ്റർനാഷണൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3.3% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 129 കോടി രൂപയായി. ഗ്ലാൻഡ് ഫാർമ കമ്പനി ഇവർ ഏകദേശം 7% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. വെൽസ്പൻ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 13% ഡിക്ലൈനായി കഴിഞ്ഞ തവണത്തെ Q3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ടാറ്റ കെമിക്കൽ കമ്പനി ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 21 CR ലോസ് റിപ്പോർട്ട് ചെയ്തു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി 12% ഒരു ഗ്രോത്ത് ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ കണ്ടു. പ്രീമിയർ എനർജി കമ്പനി റവന്യൂ 140% ഒരു അപ്സൈഡ് ഉണ്ട്. HFCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 12% ഡിക്ലൈനായി. തൈറോ കെയർ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% സ്പൈക്ക് ചെയ്ത് 19 കോടി രൂപയായിട്ടുണ്ട്. തൈറോ കെയർ ചെയിൻ ലാബ് ചെയ്യുന്ന കമ്പനിയാണ്. ഗേറ്റ്വേ ഡിസ്പാക്കിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 455 കോടി രൂപയാണ് ആയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 64 കോടി രൂപയിൽ നിന്ന് വലിയ തോതിൽ പ്രോഫിറ്റ് ഉയർന്നു. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി 109 കോടി രൂപയിൽ നിന്ന് 159 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബനാരി അമ്മൻ ഷുഗർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 68 കോടി രൂപയിൽ നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. നെഹാർ പോളി ഫിലിംസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8 കോടി രൂപ ലോസിൽ നിന്ന് 6 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. തോമസ് കുക്ക് കമ്പനി ഇവരുടെ ചെയർമാൻ റിട്ടയർഡ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. കാസ്ട്രോൾ ഇന്ത്യ പക്ഷേ സ്വാഭാവികമായിട്ടുള്ള റിസൈൻ അല്ല, റിട്ടേൺ ആണ് ആവുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിസൈൻ ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് ദോഷം. കാസ്ട്രോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 12% ഇയർ ഓൺ ഇയർ ഉയർന്ന് 271 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 7% ഒരു വർധനവ്. NLC ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഉയർന്ന് 668 കോടി രൂപ കരസ്ഥമാക്കി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ കമ്പനി 1518 കോടി രൂപയിൽ നിന്ന് 1620 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സിപ്ല കമ്പനി ആഫ്രിക്കയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. JK ടെറാൻ ഇൻഡസ്ട്രീസ് കമ്പനി പുതിയ CTO ആയിട്ട് അരുൺ കുമാറിനെ നിയമിച്ചു എന്നുള്ള ന്യൂസാണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു താരിഫ് ഹൈക്ക് പോസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാക്കുന്ന പോസിറ്റിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമാണ്. എന്നാൽ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമുള്ളത് വെള്ളിയാഴ്ച നമുക്ക് നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൽ ഉള്ള ആ ഒരു വ്യതിചലനമാണ്. കുറയ്ക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ കൂടുതലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും.
അപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം തന്നെ വെള്ളിയാഴ്ചയാണ് വരുന്നത്. കാത്തിരുന്ന് കാണാം. താങ്ക് യു.